നെതന്യാഹു കൊല്ലപ്പെട്ടു. നെതന്യാഹു മരിച്ചു. നെതന്യാഹു പരിക്കേറ്റ് ചികിത്സയിൽ. നെതന്യാഹുവിന് 6 വിരൽ, നെതന്യാഹുവിന് 5 വിരൽ. നെതന്യാഹു കാപ്പി കുടിക്കുന്നു. ഇയാളെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹലമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഒരു പക്ഷേ അയാൾ സ്വാഭാവിക മരണത്തിന് കീഴ്പ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ വല്ല ചികിത്സയിലും പരിക്കേറ്റ് ചികിത്സയിലായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ഏതോ ഒരു അജ്ഞാത മാളത്തിൽ ഭയവിഹ്വലനായി വിറപ്പൂണ്ട് അയാൾ ജീവിച്ചിരിക്കാം. ഇതിലേതായാലും നമുക്കെന്താ പ്രശ്നം? എന്താ കാര്യമെന്നാൽ, പണ്ട് ഷാറോൺ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇസ്രയേലിൽ. അയാൾ മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് അക്കാലത്ത് എല്ലാവരും ആഗ്രഹിച്ചതാണ്. അങ്ങനെ അയാൾക്ക് മസ്തിഷ്ക മരണം വന്നു. പക്ഷേ ഇസ്രയേൽ അത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. കുറേ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അയാൾ ശരിയായ മരണം വരിച്ചു. അങ്ങനെ മരിച്ചപ്പോഴും മരണം സ്ഥിരീകരിക്കാതെ ഇസ്രയേൽ കുറേ കാലം വെച്ചുകൊണ്ടിരുന്നു. അയാൾ മരിച്ചുപോയെങ്കിലും അയാളെക്കാൾ വലിയ ഭീകരനും ദുഷ്ടനും ശേഷം വന്നു. ഇങ്ങനെയാണ് ഇസ്രയേലിലെയും അമേരിക്കയിലെയും ഭരണതലത്തിൽ വരുന്ന ആളുകൾ മനുഷ്യസ്നേഹികളായി ഉള്ളവർ വല്ലാതെ വരാറില്ല എന്നതാണ് അനുഭവം. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ബുഷ് മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളെക്കാൾ വലിയ ഒരു ഭീകരനായ ദുഷ്ടനായ ആൾ വരും. പണ്ട് ജോർജ് ബുഷ് വന്നിരുന്നു. ബുഷിന് ശേഷം അതിനേക്കാൾ വലിയൊരു ഭീരാന്തരം വന്നു. ബിൽ ക്ലിന്റൺ വന്നു. ക്ലിന്റന് ശേഷം മകൻ ബുഷ് വന്നു. മകൻ ബുഷിന് ശേഷം ഒബാമ വന്നു. ഇപ്പോൾ പിന്നീട് ട്രംപ് വന്നു. ട്രംപ് വീണ്ടും വന്നു. ഇങ്ങനെ അമേരിക്കയും ഇസ്രയേലും ഭരിക്കാൻ വരുന്ന ആളുകളിൽ മനുഷ്യസ്നേഹികളും മനുഷ്യപ്പറ്റുള്ളവരും ഉണ്ടാവാറില്ല എന്നതാണ് അനുഭവം. അതിനാൽ ഈ നെതന്യാഹു മരിച്ചാലും ട്രംപ് മരിച്ചാലും നമുക്കതിൽ വലിയൊരു സന്തോഷിക്കാനുള്ള വകയൊന്നുമില്ല. അവൻ മരിച്ചാൽ, അവർ രണ്ടാളും മരിച്ചാൽ അവരെക്കാൾ വലിയ ഭീകരന്മാരും ദുഷ്ടന്മാരുമായ നികൃഷ്ട ജീവികൾ വീണ്ടും ഭരണത്തിൽ വരുമെന്നല്ലാതെ നമുക്കതിൽ സന്തോഷിക്കാനും ഒരു വകയും കാണുന്നില്ല. ഇനി അയാള് ഭയവിഹ്വലനായി ഏതോ മാളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇരിക്കട്ടെ, എന്നാലോ അയാൾക്ക് വല്ലാത്തൊരു കഷ്ടക്കാലം എന്നല്ലാതെ എന്തു പറയാനാ? സ്വതന്ത്ര വായു, ശുദ്ധവായു അയാൾക്ക് ശ്വസിക്കാനാവുന്നില്ല. അയാളുടെ രാജ്യത്തിലൂടെ സൂര്യപ്രകാശത്തിൽ നടക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. തൻ്റെ വീട്, തൻ്റെ കുടുംബം, തൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തൊക്കെയാണ് ആയിട്ടുള്ളത് എന്ന് സന്ദർശിക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. അയാളുടെ നാട്ടുകാർക്ക് എന്ത് പറ്റിയെന്ന് നോക്കാൻ കഴിയുന്നില്ല. അയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇസ്രയേലിൽ ചെന്ന് അവിടുത്തെ ഔദ്യോഗിക വസതിയിലോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ ഒരു പ്രസ് ക്ലബ്ബ് വിളിച്ചു ചേർത്തിട്ട്, ചാനലുകാരെ വിളിച്ചു ചേർത്തിട്ട്, ഇതാ ബെഞ്ചമിൻ നെതന്യാഹു ആകുന്ന ഈ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാകുന്ന ഞാൻ മരിച്ചിട്ടില്ല, പരിക്കേറ്റിട്ടില്ല, സുരക്ഷിതനായി ഇപ്പോഴും ഇതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു മീറ്റിംഗ് വിളിക്കാമോ? അതിനു പോലും കഴിയുന്നില്ലെങ്കിൽ അതിനും വലിയൊരു പരാജയം എന്താണ്? അപ്പോൾ അയാൾ ഭയവിഹ്വലനായി ഏതെങ്കിലും മാളത്തിൽ വിറച്ച് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ചത്തതിന്റെ ഫലമാണ്. അതുകൊണ്ട് വെറുതെ ഇപ്പോ നമ്മുടെ നല്ല ദിനരാത്രങ്ങൾ അതിന്റെ പിന്നാലെ കളയണ്ട. അയാൾ ചത്താലും ശരി,
അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ശരി, പരിക്കേറ്റ് ചികിത്സയിലാണെങ്കിലും ശരി, നമുക്കതുകൊണ്ടൊരു നേട്ടവുമില്ല, ഒരു ദോഷവും ഇല്ല. അയാൾക്ക് നല്ല മനസ്സ് വന്ന് അയാൾ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ അയാളിനി മരിച്ചെങ്കിൽ തന്നെ അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞ് വലിയ സന്തോഷം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മുസ്ലിമീങ്ങൾക്ക് വലിയ വലിയ ശത്രുക്കൾ എത്രയോ വന്നു പോയതാണ്, ഇനിയും വരികയും ചെയ്യും. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം വരണമെങ്കിൽ ഇമാം മഹ്ദി വരണം, ഈസ അലൈഹിസ്സലാമൊക്കെ വരണം. അപ്പോഴേ ഒരു സമാധാനം കിട്ടും. അതുവരെ ഇതുപോലത്തെ നീചരും നികൃഷ്ടരുമായ അക്രമകാരികൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു നെതന്യാഹു ചത്താൽ, ഒരു ട്രംപ് ചത്താൽ ഇതിനേക്കാളും വലിയ ട്രംപുമാരും നെതന്യാഹുമാരും വരും എന്നല്ലാതെ ഒരു സമാധാനവും ലോകത്തിന് കിട്ടാൻ പോകുന്നില്ല.